അപ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട്, അതായത് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര വഴിപാട് കഴിച്ചിട്ടും മാറ്റമില്ല, ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സമാണ്. അപ്പോൾ അവർക്ക് മാൻഡ്രേക്ക് ബാധിച്ച പോലെ എന്നൊക്കെയാണ് പറയാറ്. അതായത് അവരെന്ത് ചെയ്താലും തടസ്സങ്ങളും ബുദ്ധിമുട്ടും വിട്ടൊഴിയാതെ നിൽക്കുന്ന ആളുകൾക്ക്. അതായത് ഇത് ചെറിയ ദോഷങ്ങൾക്കായിട്ട് ജപിക്കുന്ന ഒരു മന്ത്രമല്ല, കഠിനകരമായിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാളിദേവിയുടെ മന്ത്രമാണ്. പലർക്കും അനുഭവം ഉണ്ടാവും. അതായത് നമുക്ക് തന്നെ ഒരു ഭയം വരുന്ന ഒരവസ്ഥ, ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ആർക്കും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരുപാട് ആളുകളുണ്ട്. ദുരിതക്കയത്തിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു ചന്ദ്രമാസം എന്നാണ് പറയുക ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട്. അതായത് 28-30 ദിവസം അടുപ്പിച്ച് നമ്മൾ 2 നേരമായിട്ടാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. നമ്മളെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറി നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമുക്കൊരു വിജയം, നമ്മുടെ കഠിനാധ്വാനത്തിന് ഒരു ഫലം ലഭിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ഇവയൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് നിങ്ങളുടെ നക്ഷത്രപ്രകാരവും അതുപോലെ തന്നെ നിങ്ങളുടെ കൈരേഖ പ്രകാരവും പരിശോധിച്ച് സാമ്പത്തികം, ജോലി, വിവാഹം, അങ്ങനെ നിങ്ങളുടെ തടസ്സങ്ങൾ, അങ്ങനെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഓം ഐം ക്ലീം സൗ കാളികേ കാളികേ ദേവി സർവകാന്തിപ്രദായിനി പാപശാന്തിം ദുഃഖശാന്തിം സർവശാന്തിം ദധാതു മേം ഹും ഫട്ട് കാളി ശത്രുദോഷ പ്രശമനി നിത്യം നിത്യം നമോ നമ. അപ്പോൾ ഈ മന്ത്രം നമ്മൾ 28 തവണ വീതമാണ് 24 തവണ വീതമാണ് ജപിക്കേണ്ടത്. 2 നേരവും 30 ദിവസത്തോളം നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കണം. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് നമുക്ക് പ്രത്യേകം വ്രതശുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. കാളിയുടെ ഭയാനകമായിട്ടുള്ള രൂപം, ഉഗ്ര സ്വരൂപിണിയായിട്ടുള്ള ദുഷ്ടശക്തികൾക്കൊക്കെ ഭയം ജനിപ്പിക്കുന്ന ഒരു രൂപത്തോടു കൂടിയും തലയോട്ടി കൊണ്ടുള്ള മാലയണിഞ്ഞവളുമായിട്ടുള്ള ദേവിയെ, ശത്രുക്കളെ നിലംപരിശാക്കിയിട്ടുള്ള ആ ഒരു ദേവിയെ മനസ്സിൽ സങ്കല്പം ചെയ്താണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ജപസമയത്ത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുക. 2 നേരവും കുളിച്ച് ശുദ്ധിയായ ശേഷം ജപിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഈ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കലുണ്ട്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ ഏത് വീഡിയോ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ സംബന്ധമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി.